സുഗതന്റെ വീടിന്റെ തൊട്ടല്ലേ നിന്റെ മോളെ കല്യാണം കഴിച്ചാൽ അറിയില്ല അയ്മുട്ടിയാജിനെ അറിയില്ലേ? അയ്മുട്ടിയാജി എന്തായി പറയണ അയ്മുട്ടിയാജി ഇവിടെ ഫേമസ് ആണ് അവര്. വെളുത്താട്ട് അയ്മുട്ടിയാജി എന്നാ പറയാ. ഏത് വെളുത്താട്ടിലെ? വെളുത്താട്ടിലെ അയ്മുട്ടിയാജി എന്നാ പറയാ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇവിടൊക്കെ ഈ പ്രദേശമൊക്കെ പാടങ്ങളായിരുന്നു. ആ നെല്ല് കംപ്ലീറ്റ് ഇതിന്റെ കൊയ്ത്തും മെതി നറുത്ത് പണിക്കാരും എത്ര പശുക്കളാർന്ന് വെച്ചിട്ട് അയ്മുട്ടിയാജിന് അവിടെ. അതാ ഗംഭീരായിരുന്നു അവര്. അങ്ങടാണ് നടക്കേണ്ടതേ. ഇത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അങ്ങടാണേ. നിങ്ങൾ ഇങ്ങടെ നിന്റെ കൂടെ വരി, ഞാൻ അങ്ങടല്ലേ പോയി പോണേ. പിന്നെന്താ അയ്മുട്ടിയാജിനെ ഈ പ്രദേശത്ത് അറിയാത്ത ആൾക്കാരില്ലേ? അവര് കഴിഞ്ഞാല് കാലില് ചെരുപ്പ് അല്ല അത് ചെറുപ്പം മുതലേ ഉള്ളതാ. എന്റെ അത് അങ്ങനെ തന്നെ. അയ്മുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ അയ്മുട്ടി ഹാജിർ അവിടെ അന്നത്തെ കാലത്ത് 3 ആനയാണ് മൂപ്പരുടെ വീട്ടിലെ. ഇനിയിപ്പോ എത്ര കണ്ട് നടക്കണം? പിന്നെ അതെത്തിയല്ലോ. അപ്പൊ അവരൊരു മഹിമ പറഞ്ഞാലില്ലാന്ന് ഞാൻ പറയാ. അത്ര ആൾക്കാരുടെ തീറ്റി പോറ്റിട്ടുള്ള കുടുംബാണത്. അപ്പോ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ സുഗതന്റെ വീട്. ഇതോ? ഇതാണ് നിങ്ങൾ അന്വേഷിച്ച താസിന്ദാര് സുഗതന്റെ വീട്. 1-ാം തരം വീടല്ലേ? പഴയ കാലത്ത് വന്നിട്ടാണ്. എന്റെ പൊന്ന് കാക്ക, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്താണ് ഇത്? ഏത് സുഗതൻ? ഞാൻ ചോദിച്ചത് ഏത് സുഗതൻ? റബ്ബുലാലമീനായ തമ്പുരാനെ ഞാൻ ഇപ്പൊ സഹായിച്ചത് ഇപ്പൊ അതിലും വലിയ അടങ്ങണായോ? ഞാനപ്പം നിങ്ങളെ ഏത് സുഗതനെയാന്ന് എന്നോട് പറയണ്ടേ? സുഗതൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു സുഗതൻ. ഇനിയിപ്പോ ഈ വഴി മുഴുവനും ഞാൻ അങ്ങോട്ട് നടക്കണ്ടേ? അപ്പൊ ഇതല്ലേ? എന്നാ വേറൊരു സുഗതൻ കാണിച്ചേ. വേറെ ഏത് സുഗതനെ കാണിച്ചാൽ എനിക്ക്? അല്ല, ഇക്കറിയണ സുഗതനെ കാണിച്ചാരാ? അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട എന്നെ സുഗതനാന്ന്. നിങ്ങളുടെ സുഗതൻ എന്താ പണി? എന്നാ ശരി, വലിയ ഉപകാരം. അല്ലല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ സഹായിക്കാന്നേ. ഞാൻ പയച്ചിട്ടല്ലേ. ഹലോ ഹലോ, ആരാണ്? ഇറച്ചിയോ? ചന്തയിലെ ഇറച്ചിയോ? കൂട്ടുനാറിന്റെ ഇറച്ചിയില്ലേ? അത് അന്റെ വാപ്പാടെ നെഞ്ഞത്തുനിന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. കൂട്ടുനാറിന്റെ ഇറച്ചി എന്റെ അടുത്ത് ചോദിക്കണ്ട. നമുക്ക് കള്ള ഹിമാറേ ഇവിടെ ഒരു മനുഷ്യൻ വായി അറിയാൻ. അതെ നിക്ക് ഞാൻ കാണിച്ചതാണ്. അല്ല നിക്ക്. എന്താപ്പത്? മണ്ണുകെട്ടിന്റെ അമ്മേനെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. എടാ അതെ, ഇത് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. ഞാൻ പോയാലേ ശരിയാവും. നീ പോയി കാശ് മേടിക്ക്. എന്റെ മാനുമായിട്ട് ഇപ്പിക്ക് എന്റെ തുള്ളു ഞാൻ തുള്ളു. കള്ളു പിടിച്ചിട്ട് നീ അങ്ങനെ. പക്ഷെ പൈസ ഞാൻ മേടിക്കൂല. എന്താടാ മായ നീ ഇങ്ങനെ സംസാരിക്കല്ലേ? അവിടെ അമ്മേനെ നീ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാം. ഓ ഉണ്ണേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാചകത്തിലൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പോക്കും. 15-ാം തീയതി പരിപാടി നമുക്ക് പൊളിക്കണം. അതല്ലടാ സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ലല്ലോ പിതാവേ, പാപിയാ ഞങ്ങൾ കല്ലെറിഞ്ഞു. അല്ല അതെ ചേട്ടാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുത് ഞങ്ങളെടുത്ത് അടിച്ച് പൈസ എല്ലാം തീർന്നു. നാളെ ഇതുവഴി വരുമെങ്കിൽ എന്തെങ്കിലും തരാം. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയല്ലേ? ഓ, വട്ടപ്പാറ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലും വട്ടപ്പാറയാണ്. ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്. ഇങ്ങോട്ട് നിന്ന ഇതും വട്ടപ്പാറയാണ്. ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണേ. വട്ടപ്പാറയിലെ എവിടെ? വട്ടപ്പാറയില് എവിടെയാണ് കൃത്യം സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരെ? സുഗതൻ എന്നാണ് ആളുടെ പേര്. സുഗതൻ? അതെ. ഈ സുഗതൻ ഓപ്ഷൻ എ മാവുമൂട് സുഗതൻ, ഓപ്ഷൻ ബി പ്ലാവുമൂട് സുഗതൻ, ഓപ്ഷൻ ഡി തേക്കുമൂട് സുഗതൻ, ഓപ്ഷൻ ഇ അയലമൂട് സുഗതൻ. ഇതിൽ ഏത് സുഗതനാണെന്ന് പറഞ്ഞാൽ പറയാം. അതിപ്പോ ഈ സ്ഥലം എവിടെയാന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അതാണ്. ആളെന്ത് ചെയ്യുന്നു? ആള് പിന്നെ ഡ്രൈവറാണ്. ഓ, ഈ 4 സുഗതന്മാരും ഡ്രൈവറാണ്, അതെനിക്കറിയാം. ഇയാള് പിന്നെ ഈ മറ്റേ ലോറി ഡ്രൈവറാ. അപ്പം മന്മേട്ടാ ഓപ്ഷൻ ബി.
മാവോട്ടി സുഗതൻ. അങ്ങനെ മാവുമൂട് സുഖനാണെങ്കിൽ ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞാല് അവിടുന്ന് നെല്ലെ ഒരു 50 മീറ്റർ മുമ്പോട്ടാവുമ്പോ ഇത് മണ്ടത്തരം പറയുന്ന മനോഹരട്ടാ. എന്തിന് ഐഡിയെല്ലാം പോകേണ്ട ആവശ്യം? പിന്നെ ഒരു മനുഷ്യൻ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടാ? പിന്നെ എങ്ങനെ പോവും? ഒന്നും പോകണ്ട. ഇതിലേ പോയിട്ട് നമ്മൾ ഭാസ്കരേട്ടന്റെ വീടിന്റെ കയ്യാല കേറി തുള്ളിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് വെക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തില് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കുളമാക്കുക. അതെ, കുളത്തിന്റെ അവിടെ ഇപ്പൊ മതില് വരുന്നുണ്ടല്ലോ വെന്മേട്ടാ പറയുന്നത്. കുളത്തുനിന്ന് കേറി തുള്ളി ഇപ്പുറത്തെ സൈഡില് പോയിട്ട് ഒരു മതില്. എന്റെ ഉണ്ണി, ആ മതില് അതിന് കുളത്തിന് മുമ്പായിട്ട് മതില് കെട്ടി അവിടെ പിന്നെ എങ്ങനെ മതില് കടന്നു പോവും? ഗേറ്റ് ഉണ്ടല്ലോ. ഗേറ്റ് ഉണ്ട്. ഗേറ്റിന് പൂട്ടുണ്ടാ. ആര് പൂട്ട് മേടിച്ചു? പൂട്ടിട്ടു. പൂട്ടിട്ടു. ഞാൻ ഇന്നലെ കണ്ടല്ലേ. എന്ത് വർത്തമാനം പറയാൻ? കളവ് പറഞ്ഞു. നീ നിന്റെ ഉടായിപ്പിനെ മതില് ആടി പോവും. അല്ല ഞാനങ്ങ് പോയേക്കാം. ഇല്ല, പറഞ്ഞുതരാം. കള്ളു കുടിച്ച് അനാവശ്യം പറയാൻ പാടില്ല. കള്ള് വയറ്റില് നീ ഉണ്ണി, ഞാൻ ആദ്യമായിട്ടല്ല കള്ളു കുടിക്കുന്നത്. നീ എന്നെ ആ രീതിയിൽ നീ സംസാരിക്കല ഉണ്ണി. മരുമേട്ടാ നീ കളിക്കല്ല മരുമേട്ടാ. എന്താടാ അങ്ങനെ പറഞ്ഞത്? എന്താടാ നിന്റെ അമ്മേനെ നീ കൊണ്ടോ ആശുപത്രിയിൽ? എന്നാ നീ അങ്ങനെ ചെയ്യണം. നിന്നെ ഒലക്കാൻ അതെ, ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് ഏതാണെന്നറിയോ? സുഗതനാ? ആ, ഡ്രൈവറാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. അവര് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറാ. അപ്പൊ എനിക്ക് പരിചയമല്ല. ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് ആളുകളോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ തെറ്റിയിട്ട് പറഞ്ഞു തന്നു ചിലവര്. പിന്നെ ഒരുപാട് നടന്നു. സുഗതൻ അല്ലേ? ആ, ലോറി ഡ്രൈവറാ? ലോറി ഡ്രൈവറാ. അത്യാവശ്യം കഴിക്കണൊക്കെ കൂട്ടത്തില്ല? ആ, കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. മക്കളില്ല? കുട്ടികളില്ല. ഭാര്യയും മൂപ്പരും മാത്രമോ? അതെ അതെ അതെ. അതൊക്കെ മനസ്സിലായി. വഴിയൊന്ന് പറഞ്ഞെന്നാ വലിയ ഉപകാരം. വഴി പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാരണം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഊടുവഴികൾ. അത് കണ്ടില്ല ഞങ്ങള്? ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ഊടുവഴികളാ. അപ്പൊ അത് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തൂല, നിങ്ങൾ കറങ്ങി പോകും. എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊന്നും അവിടെ എത്തുകയും വേണം. എനിക്കാണെങ്കിലേ 4 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു പണിയാ, ഞങ്ങളവിടെ ആക്കി തരാം. എനിക്കാ ബൈക്കാ പോകേണ്ടത്. വലിയ ഉപകാരം. അതാണല്ലേ.